സത്യത്തിൽ ഇന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ പട്ടുസാരിയെ കൊടുത്ത് നിൽക്കുമെന്ന്. അല്ല, സാധാരണ അങ്ങനെയല്ലല്ലോ. വിധവയുടെ വേഷം ധരിച്ചിട്ടല്ലേ പെണ്ണ് കാണാൻ വരുന്ന ഓടിക്കാറുള്ളത്. ഇന്നിങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചതാ. കാലം ഒരു പരീക്ഷണ വസ്തുവാണല്ലേ കാഞ്ചന? ശരിയാ. കുട്ടിക്കാലം തൊട്ടേ ഞാൻ വളരുമ്പോൾ എൻ്റെ മനസ്സിൽ ഈയും വളർന്നിരുന്നു. ഈ അതൊക്കെ ശ്രദ്ധിച്ചിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. എല്ലാ പോയിടാ അപ്പേട്ടനാന്ന കത്ത് തരുമ്പോഴാ ഞാൻ അറിയുന്നേ. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ നീ തന്നൊരു മയിൽപ്പീലിത്തുണ്ടും എൻ്റെ കയ്യക്ഷരം പറഞ്ഞൊരു നോട്ട് ബുക്കും എൻ്റെ ഒരു ഫോട്ടോയും മനസ്സിൽ വെച്ച് നടന്നവനാ ഞാൻ. എൻ്റെ കഴിവില്ലായ്മയായിരിക്കാം, എൻ്റെ ഇഷ്ടം എന്നോട് തുറന്നു പറയാൻ എനിക്ക് പറ്റിയില്ല. ഞാനത് പറഞ്ഞപ്പോഴേക്കും മൊയ്തീൻ നിൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ച് കഴിഞ്ഞിരുന്നു. എൻ്റെ കത്തിന് ഞാനൊരു മറുപടി പ്രതീക്ഷിച്ചിരുന്നു. ആ കത്ത് ഞാൻ അന്നേ മൊയ്തീന് കൊടുത്തിരുന്നു. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇത്രയും കാലം വിവാഹം കഴിക്കാതെ ഞാൻ കാത്തിരുന്നത് വെറുതെ ആയില്ലല്ലോ. മറ്റൊരു പുരുഷനെ ഓർത്ത് 10-20 വർഷമായി കാത്തിരിക്കുന്ന പെണ്ണാ ഞാൻ. എന്നെ വിവാഹം കഴിക്കാൻ മാത്രം അത്രയ്ക്ക് ഇഷ്ടമാണോ അപ്പോഴെന്നെ? ഒരു ത്യാഗം ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് കയറി വന്ന ആളല്ല ഞാൻ. എന്തായാലും എന്നെ മൊയ്തീന് കെട്ടിച്ചു കൊടുക്കില്ലെന്ന് ഉറപ്പാണ്. എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ എൻ്റെ ജീവിതം ഇങ്ങനെ വീട് തകരുന്നത് കാണാൻ അതിനുള്ള മനസ്സാക്ഷി എനിക്കില്ല കാഞ്ചന. ലോകത്ത് മറ്റെന്തിനേക്കാളും എന്നെ ഞാൻ സ്നേഹിക്കുന്നു. എനിക്കറിയാം അപ്പേട്ട, പക്ഷെ അപ്പേട്ടനെ സ്നേഹിക്കുന്നതിനേക്കാളും 1000 ഇരട്ടി ഞാൻ എൻ്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ 10,000 ഇരട്ടി മൊയ്തീനെ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ നിർബന്ധിച്ച എൻ്റെ ശവത്തിലായിരിക്കും അപ്പേട്ട താലിയിട്ട. 1000 വർഷം എന്നെ കാത്തിക്കിടന്ന് നരകിച്ച് മരിക്കേണ്ടി വന്നാലും എൻ്റെ മൊയ്തീന് വേണ്ടി ഞാനത് ചെയ്യും. ഈ കണ്ട കാലം അത്രയും എന്നകത്ത് കഴിഞ്ഞത് മൊയ്തീനെ ഓർത്ത് ഓൻ്റെ അക്ഷരങ്ങൾ വായിച്ച മനസ്സ് മുറിച്ചു മാറ്റാൻ പറ്റുമോ പേരിന്? പറ, ഈ ലോകത്ത് ആർക്കെങ്കിലും കഴിയോ? പറ കഞ്ചന, എന്നെപ്പോലൊരു പെണ്ണ് ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. ഈ മൊയ്തീൻ്റെ ഭാഗ്യ, എൻ്റെ മനസ്സിൻ്റെ സ്നേഹം എന്തെങ്കിലും ഈ ലോകം അംഗീകരിക്കും. സത്യം. മാപ്പ്, എൻ്റെ അതിമോഹത്തിന് മാപ്പ്.